അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ കുക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാൽ കിച്ചടിയാണ്. ദാൽ കിച്ചടി നമ്മൾ പല ആൾക്കാർ പല സ്റ്റൈലിൽ പല നാട്ടിലും ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മുത്തശ്ശൻ തൊട്ട് ഉണ്ടാക്കി തുടങ്ങിയ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. ആൻഡ് അത് വന്നിട്ട് എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആൻഡ് അമ്മ, മുത്തശ്ശൻ, അമ്മമ്മ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും ഗൈസ്. സോ ഇവരുടെ ഇൻഗ്രീഡിയൻസും റെസിപ്പിയും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ദാൽ കിച്ചടി ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദാൽ കിച്ചടിക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് അരിയും പിന്നെ ചെറുപരിപ്പും കൂടെ കഴുകി നമ്മൾ കുറച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചെറുപരിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലോണം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുതിർത്തിടുകയൊന്നും വേണ്ട. പിന്നെ മെയിൻലി നമുക്കിതിന് ജീരകശാല അരി അല്ലെങ്കിൽ പച്ചരിയാണ് ഈ ഒരു ഡിഷിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കത് വേണം. അരിയും അതേപോലെ തന്നെ ചെറുപരിപ്പും കൂടെ ഒരുമിച്ച് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഉള്ളിയാണ് വേണ്ടത്. ഉള്ളി ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ ഞാനൊരു 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് ആക്കിയതാണ്. പച്ചമുളക് പറഞ്ഞാൽ നിങ്ങളുടെ എരിവ് നിങ്ങൾക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം. കാരണം ഞങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ പച്ചമുളക് ഒരു 3 പച്ചമുളക് വെച്ചിട്ടിട്ടുണ്ട്. എങ്ങനെയാണോ നിങ്ങളുടെ എരിവ് അതിനനുസരിച്ച് ഇടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ്. നമുക്ക് കുറച്ച് പച്ചക്കറികൾ, അതായത് ഞാനിവിടെ ക്യാരറ്റും പയറും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ഇടാം. അതായത് ക്യാരറ്റ്, ബീൻസ്, ബിരിയാണിക്ക് ഇപ്പോൾ ഫ്രൈഡ് റൈസിനുണ്ട് എന്ത് പച്ചക്കറികളും ഇടാം. ക്യാപ്സിക്കം ഒന്നും ഇടരുത്. കാരണം ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ല് ഈ ഒരു കിച്ചടിയുടെ സ്മെല്ലിന് അത് നന്നായിട്ടുണ്ടാവില്ല. നമുക്ക് ഗ്രീൻ പീസ് ഇടാം, അതേപോലെ തന്നെ ബീൻസ് ഇടാം, ഇതുപോലെ പയർ ഇടാം, ക്യാരറ്റ് ഇടാം, ബീട്രൂട്ട് ഒന്നും ഇടണ്ട കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിപ്പോൾ ദാൽ കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യം. ആസ് യൂഷ്വൽ കരുവേപ്പില, മല്ലിയില നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ ആട്ടോ. നിങ്ങൾക്ക് കരുവേപ്പിലയുടെ സ്മെല്ലാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുവേപ്പില പ്രിഫർ ചെയ്യാം. മല്ലിയിലയുടെ സ്മെല്ലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുക്കിങ്ങിന് കഴിഞ്ഞതിന് ശേഷം മല്ലിയില മേലെ ഇടാം. അതിപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരുവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് ഓപ്ഷനാണ്. നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അതിലായിട്ട് കുക്കറിൽ റിഫൈൻഡ് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി ഇടണം. ഉള്ളി ഇട്ടു. ഇനി ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുകയാണ്. ആൻഡ് അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുകയാണ് ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിച്ചടിക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി നമ്മളൊരു മഞ്ഞപ്പൊടിയും കൂടെ ഇടണം. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് അത് വഴണ്ട് വരട്ടെ. അപ്പോൾ വഴണ്ട് വന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണയിൽ കടന്നിട്ട് നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നല്ലൊരു കളർന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അതായത് നമുക്കിത് കാണുമ്പോഴേ ഒന്ന് വഴണ്ട് വന്ന പോലത്തെ ഒരു സ്ട്രക്ചറിലേക്ക് ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചെറുതായി ചുങ്ങി വന്നിട്ടുണ്ട്. ചുങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ പേസ്റ്റ് ഇട്ടിട്ട് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയണ പോലെ നല്ലോണം പേസ്റ്റ് ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴണ്ട് പറ്റുക. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയിട്ട് വഴണ്ട് നിങ്ങൾക്ക് കാണാം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായിട്ട് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് ആയ പയറും ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ചെറിയ രീതിയിലൊന്ന് സോട്ട് ചെയ്യുക. കാരണം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൽ കടന്നൊന്ന് വഴണ്ട് വരാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ കടന്ന് സോട്ട് ആവട്ടെ ഒന്ന്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിവിടെ കരുവേപ്പിലയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു കരുവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഫ്ലെയിം സിം ആക്കി വെച്ചിട്ട് നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ചെറുപരിപ്പും പച്ചരിയും കൂടെ കഴുകി വെച്ച ആ ഒരു ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് എല്ലാ സർവേശ്വരനെയും പ്രാർത്ഥിച്ച് നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരി ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഇനി കൂട്ടി നല്ലോണം യോജിപ്പിച്ചെടുക്കണം. നല്ലോണം എല്ലാം കൂടെ ചേർത്ത് ഇളക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടിയിന്ന് തൊട്ടെടുത്തിട്ട് ഇളക്കി നല്ല വൃത്തിയിൽ ഇളക്കിയെടുക്കണം. ഈ സൈഡത്തുള്ളതെല്ലാം എടുത്ത് വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം. നല്ല നീറ്റായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ അരി ഒന്ന് ഈ ഒരു കുക്കറിൽ, അതായത് ഈ ഒരു മസാലയായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ആ സമയത്തിനുള്ളിൽ നമുക്കിപ്പോൾ 1.5 ഗ്ലാസ് അരിയും അതേപോലെ തന്നെ 1 ഗ്ലാസ് പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.5 ഗ്ലാസ് ആണ് എല്ലാം കൂടെ വരുന്നത്. അപ്പൊ നമ്മളൊരു 5 ഗ്ലാസ് വെള്ളം എടുത്ത് റെഡിയാക്കി വെക്കുക. ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് എടുത്ത് റെഡിയാക്കി വെച്ചാൽ അത് കാണാൻ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചത്, അതായത് നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി അതായത് കയ്യിലുള്ളതും എല്ലാം ഇതിലേക്ക് ആക്കിയിട്ട് ഫുള്ളാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കി എടുക്കുക. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ഈ ഒരു കൂട്ടിൻ്റെ ഉപ്പ് അതേപോലെ തന്നെ എരിവ് എല്ലാം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സമയത്താണ്. അപ്പൊ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ നോക്കി ഉപ്പും എരിവും ഒക്കെ നമുക്ക് കറക്റ്റ് ആണ്. അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം തന്നെ അടച്ച് ഇങ്ങനെ വെക്കരുത്. ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് മേലെ തള വന്നതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. അപ്പൊ ആദ്യം ഒന്ന് തുറന്നു വെച്ചിട്ട് ഒരു തള വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ കുക്കറിന് 2 വിസിൽ അടിക്കുമ്പോഴാണ് കറക്റ്റ്, ഫുൾ ഫ്ലെയിമിലിട്ട് 2 വിസിൽ അടിക്കുമ്പോഴാണ് കറക്റ്റ് വേവ് വരിക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കുക്കറിന്റെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾക്ക് അരി വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടോ, മേലെ പതയും ഇതൊക്കെ ആയിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെല്ലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വിസിൽ എടുക്കാം. ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കുറച്ച് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറക്കുന്നത്. അപ്പൊ തുറന്ന് നമുക്ക് നോക്കാം. യെസ്, ഏകദേശം നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കിച്ചടി നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് ഒരു കയ്യിലെടുത്ത് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ ഒന്ന് യോജിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മല്ലിയില ഇതിന് മേലെ വിടണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കാം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നല്ല ആറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. നല്ല സെറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചടി ഉണ്ടാക്കുക. ദാൽ കിച്ചടി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതായത് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ അരിയൊക്കെ വിട്ട് വരുന്നൊരു, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല. നല്ല നീറ്റായിട്ട് നല്ല എല്ലാം വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞു, ദാൽ കിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞു. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് മെയിൻലി എന്താ വെച്ചാൽ ഹെൽത്തി ആണ്. അതേപോലെ ഈ ജിം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ഒരു ഫുഡാണ്. അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്കൊരു ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഡിഷാണ്. സോ ഈ ഡിഷിനോട് എനിക്കുള്ള അറ്റാച്ച്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. എൻ്റെ മുത്തശ്ശൻ്റെ മാസ്റ്റർ പീസാണ് ഈ ഡിഷ്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾ കഴിക്കണം. മസ്റ്റ് ഹാവ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസ് എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് ഗൈസ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.